സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം നിഷ്ടമാത്രേ പുനരരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്പാദിതാക്ഷാത് ഗുരുഭവനപുരേകന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയ വിചാരത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, ലോകം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചതായ ബ്രഹ്മാവിന് തപ എന്ന ശരീരി കേട്ടു. അതനുസരിച്ചിട്ട് ആര് പറഞ്ഞു എന്ന് ചിന്തിച്ചു. ഈ വാക്കിൻ്റെ അർത്ഥം ഗ്രഹിച്ച് തപസ് ചെയ്തു. തപസ്സിൻ്റെ ഫലമായി വൈകുണ്ഠം കാണുകയും ചെയ്തു. ആ വൈകുണ്ഠത്തിനെ 2 ശ്ലോകം കൊണ്ട് വർണ്ണിച്ചു. മായ എവിടെയാണോ ഇല്ലാത്തത്, ശോകക്രോധ വിമോഹങ്ങൾ എവിടെയാണോ ഇല്ലാത്തത്, ഈ ലോകത്തിൻ്റെ ബാധേ ജഗദ്ഭ്യോ ബഹി, ലോകത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ലോകം, സാന്ദ്രാനന്ദ ശരീര എത്ര പരമജ്യോതി പ്രകാശാത്മകെ, ശക്തമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ഒഴുക്ക് ഉള്ള പ്രകാശരൂപം ആയിരിക്കുന്ന ബ്രഹ്മം ആയതായ വൈകുണ്ഠത്തെ ബ്രഹ്മാവ് കണ്ടു. പിന്നെ പറഞ്ഞു, യസ്മിൻ നാമ ചതുർഭുജങ്ങൾ ഉള്ളവരും, 4 കൈകൾ, ഇന്ദ്രനീലത്തിൻ്റെ നിറം ഉള്ളവരും, പല ആഭരണങ്ങളെ കൊണ്ട് അവരുടെ രത്നത്തിൽ നിന്ന് ശോഭ അവിടെ പരത്തിക്കൊണ്ടും ഭക്തി കൊണ്ട് ലഭിച്ചതായിരിക്കുന്ന ഉയരത്തിൽ നിൽക്കുന്നതും ആയ ആ വൈകുണ്ഠം ജയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു പ്രത്യേകതയും കൂടി അടുത്ത ശ്ലോകത്തിൽ വൈകുണ്ഠത്തെ പറയണം. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലത തുല്യയ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തര ത്വത്പാദാംബുജ സൗരഭേകകുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ആ വൈകുണ്ഠം, ആ പദം എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്ലോകത്തിൻ്റെ ലാസ്റ്റ് തത്തേ പദം ദേഹിമേ, തത്ത് അങ്ങനെയുള്ള, തേ അങ്ങയുടെ, അങ്ങനെയുള്ള അങ്ങയുടെ ആ വൈകുണ്ഠാനുഭവം സർവേശ്വര എനിക്കും ഉണ്ടാകണമേ. എങ്ങനത്തെ വൈകുണ്ഠം? അതാണ് അതിന് മുമ്പേ പറഞ്ഞത്. ഇവിടെ പറയണ വിദ്യോദിതാശാന്തര ലക്ഷ്മി സ്വയം ലക്ഷ്യത. ഈ ശ്ലോകത്തിൽ അധികവും ലക്ഷ്മി ദേവിയാണ് വിവരിച്ചിരിക്കണം. ലക്ഷ്മി ദേവി വിളങ്ങുന്ന വൈകുണ്ഠം, അതൊരു വലിയ മാഹാത്മ്യമുള്ളതാണ്. തേജസ്, എല്ലാ ഐശ്വര്യത്തിനും വിളനിലമാണ് ലക്ഷ്മി അല്ലേ. ലക്ഷ്മീൻ്റെ വെച്ചാൽ വേറെ ഓരോന്ന് തേടിപ്പോണ്ട കാര്യമില്ല, ബാക്കിയൊക്കെ ലക്ഷ്മി ഉണ്ടാക്കിക്കൊള്ളുന്നതാണ്. ലക്ഷ്മി സ്വയം ലക്ഷ്യതേ, ലക്ഷ്യതയെന്ന് പ്രകാശമായി പ്രത്യക്ഷമായി കാണപ്പെടുന്നു. ലക്ഷ്യതയെ കാണപ്പെടുന്നു എന്നാണ്. ലക്ഷ്യതയെ കാണപ്പെടുന്നു. മഹാലക്ഷ്മി അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, അവിടെ പോയാലേ കാണുള്ളൂ. ലക്ഷ്യതയെ കാണപ്പെടുന്നു. അങ്ങനത്തെ വൈകുണ്ഠം എനിക്ക് ഉണ്ടാവേണമേ. ഈ ബാക്കിയൊക്കെ ഈ ലക്ഷ്മിയുടെ വിശേഷണമാണ്. ലക്ഷ്മി കാണപ്പെടുന്ന വൈകുണ്ഠം എനിക്ക് ഉണ്ടാകണമേ. വിസ്മയനീയ ദിവ്യവിഭവം, അതിശയിക്കത്തക്കതായ പലതും ഉള്ളതായ, നീണ്ട പറയുകയാണെന്ന് വെച്ചാൽ കുറേയുണ്ട്, അതൊന്ന് ചുരുക്കി ഇവിടെ. അതിശയനീയമായി പലതും ഉള്ളത്, അതിശയിക്കത്തക്കതായ പലതും ഉള്ള ലക്ഷ്മി ദേവി കാണപ്പെടുന്ന ആ വൈകുണ്ഠം എനിക്ക് തരയണമേ, നൽകണമേ. ആ ലക്ഷ്മി ദേവിയുടെ വിശേഷണം, എങ്ങനത്തെ ലക്ഷ്മി ദേവിയാണ് അവിടെ വിരാജിക്കുന്നത്? ആദ്യത്തെ വരികളൊക്കെ അതാ പറയണത്. നാനാദിവ്യ വധൂജനൈരഭിവൃത. 1, തോഴിമാരുണ്ട് ലക്ഷ്മിക്ക്, ധാരാളം തോഴിമാർ. അവരൊക്കെ എങ്ങനെയാണ്? ദിവ്യവധൂജനൈഹി, സാധാരണ ആൾക്കാരോ സ്ത്രീകളോ അല്ല, ദിവ്യ സ്ത്രീകൾ, ദേവസ്ത്രീകളോ പോലെ മഹത്വമുള്ള ഉപാസന കൊണ്ട് എത്താനേ പറ്റൂ. വൈകുണ്ഠത്തിലത്തെ സ്വീപ്പറുടെ പോസ്റ്റ് കിട്ടണമെങ്കിലും കൂടി വേണം വളരെയധികം യോഗ്യത എന്നാണ്. ചില പോസ്റ്റൊക്കെ ചെറുതാണെങ്കിൽ മിനിമം എൻജിനീയറിങ് വേണം കേട്ടോ. അവിടേക്ക് പ്യൂണിൻ്റെ പദവിക്ക് എന്നുള്ള പോലെയാണ്. അത്ര ഉപാസന ചെയ്താലേ അവിടുത്തെ
ഏറ്റവും തോഴിമാരുടെയും ദാസിമാരുടെ പോസ്റ്റും കൂടി കിട്ടുള്ളൂ. പിന്നെ അതിന് മേപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ? ഭഗവാന്റെ ഒപ്പം നിൽക്കുക, സായുജ്യം, സാരൂപ്യം, സാലോക്യം, സാമീപ്യം, 4 പ്രകാരത്തിലുണ്ട്. അത് ഗ്രേഡുകളാണ് മോക്ഷത്തിൻ്റെ. ഇവിടെയൊക്കെ ലക്ഷ്മി ഭഗവതിയെ സേവിക്കാനുള്ള സ്ത്രീകൾ വളരെയേറെ ഉപാസന ചെയ്തിട്ടാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. നാനാദിവ്യ വധൂജനൈ അഭിവൃത. വധൂജനം സ്ത്രീകൾ എന്ന് ഇവിടെ അർത്ഥം. വധു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നർത്ഥമുണ്ട്. ദിവ്യ സ്ത്രീകൾ, കല്യാണം കഴിക്കാൻ പോകുന്ന ആ പേര് മാത്രമല്ല വധു എന്നുള്ള വാക്കിന് അർത്ഥമുള്ളൂ. ആ സ്ത്രീകൾ എന്നുള്ള അർത്ഥമുണ്ട്. അവരാൽ അഭിവൃത, ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ട്, അവരാൽ ചുറ്റപ്പെട്ട എന്നർത്ഥം. ചുറ്റപ്പെടുക എന്നൊക്കെ പറയുന്നതാണ് അഭിവൃത. അനവധി ദിവ്യ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടതായിട്ട്. പിന്നെ പറഞ്ഞു വിദ്യുല്ലതാ തുല്യയാ, മിന്നൽ പിണരിനെ പോലെ ശോഭിക്കുന്നത്. മിന്നൽ പിണർ എപ്പോഴും ഈ സൗന്ദര്യമുള്ള വസ്തുക്കളെ ഉപമിക്കാൻ ഉപയോഗിക്കും കാവ്യാദികളിലൊക്കെ. മിന്നൽ പിണർ ഇപ്പോൾ ശരിക്കും ഇടിവെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. മഴ പെയ്തോട്ടെ, ഇടി വയ്യാട്ടോ എന്ന് പറയും ഇല്ലേ? അത് ഇടിയാണ്. ഇടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മിന്നലും ഇടിവെട്ടും ശരിക്കും അപകടം ഉണ്ടാക്കുന്നത് ഈ ഇടിമിന്നലാണ്. ശബ്ദം കൊണ്ട് നമുക്ക് ദുഃഖമൊന്നുമില്ല. നമ്മൾ പക്ഷേ നേരെ തിരിച്ചാണ് പറയുക. മിന്നലിനെ നമ്മളൊക്കെ പേടിയില്ല ഉണ്ടോ? ഒക്കെ മിന്നലിനേക്കാളും പേടി പൊതുവേ ഇത് പൊട്ടണ ശബ്ദം വരുമ്പോഴാണ് പൊട്ടിയാൽ നമുക്കൊന്നും സംഭവിക്കാൻ പറ്റില്ല. ആ മിന്നലിലാണ് അപകടം. പക്ഷേ അതിന് വിപരീതമായിട്ട് മിന്നൽ കൊടി പോലെ എന്ന് നല്ല സ്ത്രീകളെയും തേജസ്സുള്ളതിനെയും ഉപമിക്കാറ് പതിവുണ്ട്. കാഴ്ചയ്ക്കാണല്ലോ, കുഴപ്പമില്ല. അതാണ് വിദ്യുല്ലതാ തുല്യ, മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്നത്. ആ പ്രകാശാവസ്ഥ മാത്രമേ എടുക്കുള്ളൂ, അപകടാവസ്ഥ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. വിദ്യുല്ലതാ തുല്യ, മിന്നൽ പിണര് പോലെ വെട്ടിത്തിളങ്ങുന്നത്, സ്വർണ്ണ സമാനം എന്നെടുക്കാം. ഇനി അടുത്തത് വിശ്വോന്മാദന ഹൃദയഗാത്രലതയാ, ലോകത്തെ മുഴുവനും വിശ്വോന്മാദന ഹൃദയഗാത്രലതയാ. പലപ്പോഴും ഈ സ്ത്രീകളെ വള്ളിയായിട്ട് ഉപമിക്കും. വള്ളിയായിട്ട് ഉപമിക്കുന്നത് എന്തിനാ? വള്ളിക്ക് സ്വയമേവ നിൽക്കാൻ കഴിയില്ല. ഒരു മരോ ഒരു ഞെടി കുത്തുക എന്ന് പറയും നമ്മൾ. എന്തെങ്കിലും ഒരു തറി കുത്തിയിട്ട് ആ വള്ളിയെ വളർത്തുക. അതേപോലെ സ്ത്രീകൾക്ക് പൊതുവേ ഒരു ആശ്രയം വേണം എന്നാണ്. അങ്ങനെയുള്ളതാണ് അവരുടെ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു ഭംഗി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സമ്മതിക്കില്ല. എന്താ അപ്പം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നടന്നൂടെ രാത്രി? അത് അവരുടെ ഒരു അലങ്കാരമാണ് പണ്ട്. നല്ലൊരു ഭർത്താവ് ഉണ്ടാവുക, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ചെറിയ പെൺകുട്ടികൾ നടക്കുക. തന്നെ എങ്ങനെ നടക്കണേക്കാളും അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്നതിന് പെൺകുട്ടികൾക്കൊരു കൗതുകമുണ്ട്. വയസ്സായ മകൻ്റെ കൂടെ നടക്കണം എന്നാണ്. ഇതെൻ്റെ മകനാണ്, കലക്ടറാണ് കേട്ടോ അവൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മഹത്വം എവിടെ നിൽക്കണം? മകൻ്റെ യോഗ്യതയിലാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ നിൽക്കണം. മക്കൾ നേരെയായ അമ്മമാർക്ക് അഭിമാനമാണ്. അതാണ് പിത്രോ രക്ഷതി കൗമാരേ പിതോ രക്ഷതി യൗവനെ പിത്രോ രക്ഷതി വാർദ്ധക്യേ നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളതിൻ്റെ പൊരുൾ. അത് സ്ത്രീയെ താഴ്ത്താൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലുമല്ല. ഒറ്റയ്ക്കാക്കിയിട്ട് കഷ്ടപ്പെടുത്തരുത് എന്ന് പറയാനാണ്. സ്ത്രീയെ ഒറ്റയ്ക്കാക്കി കഷ്ടപ്പെടുത്തരുത് എന്ന് പറയാനാണ് നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയണത്. അടിമയാക്കിയിട്ട് ദ്രോഹിക്കണം എന്നല്ല. അപ്പം ഇവിടെ വള്ളിയായിട്ട് ഉപമിച്ചിരിക്കുന്നു. വള്ളി എന്ന് പറയുമ്പോൾ മറ്റൊന്നിനോട് ചേർന്നിട്ടേ വള്ളിക്ക് നിൽക്കാൻ പറ്റൂ. വിദ്യുല്ലതാ തുല്യയാ, വിശ്വോന്മാദന ഹൃദയഗാത്രലതയാ, ലോകത്തെ മുഴുവനെ മോഹിപ്പിക്കുന്നതായ, എല്ലാവർക്കും മോഹം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കോമള ശരീരം കൊണ്ട് വെള്ളിയെ പോലെ ശോഭിക്കുന്ന. അതുകൊണ്ടാവാം സ്ത്രീകൾക്ക് പേരിടുമ്പോൾ ഈ ലത എന്നുള്ള പേര് വരുന്നത്. ലത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമാശയായിട്ട് പറയും തല തിരിച്ചിട്ട പേരാണ്, തല തിരിഞ്ഞ പേരാണ് എന്ന്. തല തിരിച്ചിട്ടാൻ തന്നെ ലത. ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വള്ളിക്ക് ഉപമിച്ചപ്പോൾ അത് പേരാക്കി എടുത്തു എന്നാണ്. ശരിക്കും അതിന് അർത്ഥമൊന്നുമില്ല. വള്ളി എന്നുള്ള പേരിനിപ്പോൾ എന്താ ഇപ്പോൾ ഒരു യോഗ്യതയുള്ളത്? ലളിതാഗത്രനാമത്തിൽ നോക്കി പേരിടണം. ഇന്ദു അല്ലെങ്കിൽ ശാശ്വത, അങ്ങനെ എത്രയോ പേരുണ്ട് അതിൽ ഇല്ലേ? നല്ല നല്ല പേരുകൾ, ചെറുത് വലുതല്ലാത്ത ചെറിയ പേരുകൾ അതിലുണ്ട്. അത് നോക്കിയിട്ട് വേണം.
ലത എന്ന് പേരിട്ട് പലപ്പോഴും ഹേമലത എന്ന് പേരിടും. സ്വർണത്തിൻ്റെ വള്ളി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. സ്വർണ്ണലത എന്ന് മലയാളത്തിലുണ്ട് അല്ലേ, സ്വർണ്ണലത, ഹേമലത. അപ്പോൾ ഈ വള്ളിയായിട്ട് സ്ത്രീകളെ ഉപമിക്കലും പേരിടലും നമ്മുടെ ഒരു ശീലം. പൊതുവേ അത് അങ്ങനെയാണ്. അതാണ് അവിടെ വിദ്യുല്ലത തുല്യയ, വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ, എല്ലാവരെയും ആകർഷിക്കുന്ന ഹൃദ്യമായ വള്ളി പോലെ ശരീരം, വള്ളി പോലെയുള്ള ശരീരം ഉള്ളവളും, വിദ്യോതിദാശാന്തര, ദിക്ക് എല്ലാം തിളക്കിക്കൊണ്ട്, തിളക്കം നൽകിക്കൊണ്ട്. എവിടെ ലക്ഷ്മി ഉണ്ടോ അവരുടെ ചുറ്റുമൊക്കെ തിളക്കമുണ്ടാവും. സ്വർണ്ണാഭരണങ്ങൾ, സ്വശരീരത്തിൻ്റെ ശോഭ ഒക്കെ കൊണ്ട്, കിരീടാദികളുണ്ട് അല്ലേ, വളകളൊക്കെ ശോഭ വന്നാൽ അവിടെ ചുറ്റുമാണ് ശോഭിക്കുകയാണ്. രത്നമുണ്ട് മേലെ, അപ്പോൾ അത് ഇരുട്ടത്തും കൂടി പ്രകാശിക്കും. അപ്പോൾ ചുറ്റുപാടും വിദ്യോതിദാശാന്തര, തൻ്റെ ശരീരത്തിലെ പ്രകാശം കൊണ്ട് ചുറ്റും പ്രകാശിപ്പിച്ചുകൊണ്ട് ഉള്ളതും ആയ. ഇപ്പം എന്തൊക്കെ പറഞ്ഞു? നാനാദിവ്യ വധൂജനൈരഭിവൃത, തോഴിമാരാൽ ചുറ്റപ്പെട്ടവൾ, വിദ്യുല്ലതാ തുല്യ, മിന്നൽ പിണറിനെ പോലെ പ്രശോഭിക്കുന്നവളും, വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ, ലോകത്തിൽ ഉള്ളവരുടെ മുഴുവൻ മനസ്സിനെ ആകർഷിക്കുന്ന മനോഹരമായ വള്ളിയെ പോലെ ഉള്ളവളും, വിദ്യോതിദാശാന്തര, ദിക്കെല്ലാം തിളക്കം നൽകിക്കൊണ്ടും, ലക്ഷ്മി സ്വയം ലക്ഷ്യത, അങ്ങനത്തെ ലക്ഷ്മി ശോഭിക്കുന്ന. ശ്ലോകം മുഴുവൻ ലക്ഷ്മി ദേവിയെ പറ്റിയിട്ടാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ലക്ഷ്മി ദേവി ശോഭിക്കുന്നതായ, കാണപ്പെടുന്നതായ, വിസ്മയനീയ ദിവ്യവിഭവം, മറ്റതിശയിക്കത്തക്കതായ പല കാര്യങ്ങളും ഉള്ളതായ, ദിവ്യവസ്തുക്കളും സംഗതികളുമുള്ള വൈകുണ്ഠലോകം എനിക്ക് പ്രാപ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ലക്ഷ്മിക്ക് പാദസൗരഭ്യത്തിൽ അതിയായ കൗതുകം വർണ്ണിച്ചത് കൊണ്ടാണ് ഈ വണ്ടിൻ്റെ ഒരു സാദൃശ്യം പലപ്പോഴും കൊടുക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു, തത്തേ പദം ദേഹിമേ, ആ പദം എനിക്ക് നൽകിയാലും ഗുരുവായൂരപ്പ. വിസ്മയനീയ ദിവ്യവിഭവം, ലക്ഷ്മിയെ കൂടാതെയുള്ള പല അത്ഭുതങ്ങളും ഉള്ള ആ വൈകുണ്ഠം എനിക്ക് പ്രാപ്യമാകണമേ. ലക്ഷ്മി ഭഗവതി ശോഭിക്കുന്നതായ, ലക്ഷ്മി സ്വയം ലക്ഷ്യതേ തസ്മിൻ തത്തേ പദം ദേഹിമേ, ലക്ഷ്മി ശോഭിക്കുന്നതായിട്ടുള്ള പദം എനിക്ക് നൽകിയാലും. ആ ലക്ഷ്മി എങ്ങനത്തേക്കാണ്? നാനാദിവ്യ വധൂജനൈരഭിവൃത, പലവിധ തോഴിമാരാൽ ചുറ്റപ്പെട്ടവൾ, വിദ്യുല്ലതാ തുല്യ, മിന്നൽ പിണറിനെ പോലെ ശോഭിക്കുന്നവൾ, വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ, ലോകത്തിലുള്ളവരുടെ മുഴുവൻ മനസ്സിനെ ആകർഷിക്കുന്ന വള്ളി പോലെ സുന്ദരിയായിട്ടുള്ളവളും, വിദ്യോതിദാശാന്തര, ദിക്കുകൾ മുഴുവനും ശോഭിപ്പിക്കുന്നവളും, ത്വത്പാദാംബുജ സൗരഭേക കുതുക. അങ്ങനെ കാര്യമുണ്ട്. ലക്ഷ്മിക്ക് ഈ മഹത്വം മുഴുവനെ കിട്ടിയത് എങ്ങനെയാണ്? ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സേവിക്കുന്നത് കൊണ്ടാണ്. അത് പലർക്കും അറിയില്ല. അപ്പം ഭഗവാനെ സേവിച്ചാൽ ലക്ഷ്മിയെ വേറെ സേവിക്കേണ്ട എന്ന് രണ്ടാമത്തെ ദശകത്തിൽ 1-2 ശ്ലോകത്തിൽ പറഞ്ഞു. കാരണം അവിടെ ലക്ഷ്മിക്ക് വരാതിരിക്കാൻ കഴിയില്ല. തൻ്റെ കാന്തൻ്റെ മഹാത്മ്യങ്ങൾ വാഴ്ത്തുന്ന ഭക്തന്മാരടുത്ത് ലക്ഷ്മി ദേവി ഉണ്ടാവും. വേറെ ലക്ഷ്മി പൂജയുടെ ആവശ്യമില്ല, ലക്ഷ്മി ഭജനത്തിൻ്റെ ആവശ്യവും ഇല്ല. നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് അതൊക്കെ. സംശയം കൊണ്ടും ആകാംക്ഷ കൊണ്ടും ലക്ഷ്മിയെ വേറെ സ്തുതിക്കണോ? ആവശ്യമില്ല. ഏതെങ്കിലും ഒന്നേ വേണ്ടൂ. ഒന്നുമില്ലാതിരിക്കുമ്പോൾ ലക്ഷ്മിയുടെ സ്തോത്രം ചെല്ലാം, അത്രയേ ഉള്ളൂ. ഭഗവാൻ ഉള്ളിടത്ത് ലക്ഷ്മിക്ക് വരാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അവർ തമ്മിൽ നർത്ഥം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ത്വത്പാദംബുജ സൗരഭേക കുതുക, ഈ തേനുള്ള ദിക്കിൽ നിന്ന് വണ്ട് വിട്ട് പോവുകയില്ല. അതേപോലെ ഭഗവത് പാദത്തിൽ നിന്ന് ലക്ഷ്മി ദേവി വിട്ടുപോകുന്നേ ഇല്ല. സദാ ആ പാദത്തെ സേവിച്ച് തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള അനുഗ്രഹം നേടുകയാണ്. എങ്ങനെയാണ് നേടണം? ഈ ഭഗവാന്റെ പാദത്തിൽ നിന്ന് അത്രയും നേടണം. അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. ആദ്യത്തിൽ തനിക്ക് കിട്ടണം വെച്ചാൽ ഭഗവത് പാദസേവ ചെയ്യണം എന്നർത്ഥം. അപ്പോൾ ലക്ഷ്മി ദേവി ഭഗവത് പാദാംബുജ സൗരഭേക കുതുക, ഭഗവത് പാദാംബുജത്തിൽ നിന്നുള്ള ആ സൗരഭം അത് ആസ്വദിച്ച് അതിൽ തന്നെ കൗതുകത്തോടു കൂടി നിൽക്കുന്നവളാണ്. ഭഗവത് പാദസേവയിൽ
കൗതുകം കണ്ടെത്തുന്നവളും, അങ്ങനൊരു വിശേഷണം കൂടി. അങ്ങനെയുള്ള ലക്ഷ്മി ദേവി വസിക്കുന്ന ആ നിലയം ഭഗവത് പദം എനിക്ക് നൽകണമേ. നാനാ ദിവ്യവധൂജനേരഭിവൃത വിദ്യുല്ലതാ തുല്യയ വിശ്വോന്മാദനഹൃത്യഗാത്രലതയ വിദ്യോദിതാശാന്തര ദിക്കുകൾ ശോഭിപ്പിക്കുന്നവൾ ത്വത്പാദാംബുജ സൗരഭേക കുതുക ഭഗവത് പാദസേവയിൽ സദാ മുഴുകിയവൾ വളരെ പ്രധാനമാണ്. ത്വത്പാദാംബുജ സൗരഭം അതിൽ കൗതുകത്തോടു കൂടിയവൾ ആയ ലക്ഷ്മി സ്വയം ലക്ഷ്യതേ. ഏതൊരു ലക്ഷ്മിയാണോ ശോഭിക്കുന്നത്, യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ, ആ പദം എനിക്ക് നൽകണമേ എന്നും ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.